ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഒരു സ്റ്റോക്കിൻ്റെതെന്നല്ല, ഏതൊരു സെക്യൂരിറ്റി ഇൻസ്ട്രുമെൻറ്റിൻ്റെയും, അത് കറൻസി ആകട്ടെ, ഗോൾഡ് ആവട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഇത്തരം ഇൻസ്ട്രുമെൻറ്റുകളുടെ ഒക്കെ ലോങ് ടേം ട്രെൻഡ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് 200-day മൂവിങ് ആവറേജ്. അപ്പോൾ കഴിഞ്ഞ 200 ട്രേഡിംഗ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസിനെ എല്ലാം കൂടി ആഡ് ചെയ്ത് ആ കിട്ടുന്ന ടോട്ടലിനെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു ആവറേജ് കിട്ടും. ഈ ഒരു ആവറേജാണ് 200-day മൂവിങ് ആവറേജ്. അപ്പോൾ ഇത് നമ്മളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒക്കെ കൂടെ ചാർട്ടിൽ ഒരു ലൈനായിട്ട് പ്ലോട്ട് ചെയ്ത് ഒരു ഇൻഡിക്കേറ്ററായിട്ട് പല ബ്രോക്കർ പ്ലാറ്റ്ഫോമുകളും നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് അതിൻ്റെ പ്രൈസ് 200-day ലൈനിന് മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ആ സ്റ്റോക്ക് ലോങ് ടേമിൽ അപ് ട്രെൻഡിലാണെന്നും, അതുപോലെ 200 DMAക്ക് താഴെയാണെങ്കിൽ നമ്മൾ പറയും അത് ലോങ് ടേമിൽ ഡൗൺ ട്രെൻഡ് ആണെന്നുമാണ് പൊതുവേ ഉള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ആ രീതിയിലാണ് പൊതുവെ അനലിസ്റ്റുകൾ അതിനെ വ്യാഖ്യാനിക്കുക. അതുകൂടാതെ ഈ ഒരു 200-day മൂവിങ് ആവറേജ് ലെവല് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടും പല സ്റ്റോക്കുകളിലും പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്വിംഗ് ട്രേഡേഴ്സും ഈ ഒരു ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാറുണ്ട്. എങ്കിലും നമുക്കറിയാം, ഏതൊരു ഇൻഡിക്കേറ്റർ 100% പെർഫെക്റ്റ് അല്ല. ഒരു ബുൾ മാർക്കറ്റിൽ അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് മനസ്സിലാക്കിക്കൊണ്ട് എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ ഈ ഒരു 200-day മൂവിങ് ആവറേജ് നമ്മളെ സഹായിക്കണമെന്നില്ല. അവിടെ നമ്മൾ കുറച്ചും കൂടി ഷോർട്ടർ പീരീഡിലുള്ള മൂവിങ് ആവറേജ് ആയിരിക്കും ഉപയോഗിക്കുക. എന്നാൽ മേജർ കറക്ഷൻസ് നടന്ന് അല്ലെങ്കിൽ ഒരു ബെയർ മാർക്കറ്റിലേക്ക് പോയിട്ട് സ്റ്റോക്കുകൾ നിൽക്കുമ്പോൾ അവിടെ നിന്ന് അത് തിരിച്ച് ഈ 200-day മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ ഈ 200-day മൂവിങ് ആവറേജ് ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ എങ്കിലും 200-day മൂവിങ് ആവറേജിന് ഒരു ലാഗ് ഉണ്ടാകും. അത് കാരണം ഹിസ്റ്റോറിക്കൽ പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഹിസ്റ്റോറിക്കൽ പ്രൈസ് ഒരിക്കലും ഒരു ഫ്യൂച്ചർ പ്രൈസ് അതേപോലെ കിട്ടാനുള്ള ഒരു ഗ്യാരണ്ടി അല്ല. അതുകൂടാതെ 200 മൂവിങ് ആവറേജ് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒന്നും പരിശോധിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഇൻഡിക്കേഷൻ കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ മറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കോമ്പിനേഷനും ഒക്കെ ആയിട്ട് വേണം നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നിഫ്റ്റി 50യുടെ ഒരു ഡെയിലി ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2025 ജനുവരി ആദ്യ വാരം നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 200-day മൂവിങ് ആവറേജിന് താഴെയാണ്. അപ്പോൾ അതിനുശേഷം 2 പ്രാവശ്യം ഈ 200-day മൂവിങ് ആവറേജിന് അടുത്ത് വന്നിട്ട് തിരിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മൂന്നാമതും ആ 200-day മൂവിങ് ആവറേജിന് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി 50. അപ്പോൾ അവിടെ ഈ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഈ 200-day മൂവിങ് ആവറേജ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 24,000 എന്നുള്ള ലെവലിലാണ് അത് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ നിഫ്റ്റി ഒരു അപ് ട്രെൻഡിലേക്ക് പോയേക്കാം. എന്നാൽ എല്ലാ ബ്രേക്കും ഒരു ബ്രേക്കൗട്ട് അല്ല, ചിലപ്പോൾ അത് ഒരു ഫോൾസ് ബ്രേക്കൗട്ട് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്കൗട്ട് കഴിഞ്ഞ് കൺഫർമേഷനൊക്കെ ആയതിനു ശേഷമാണ് ഒരു ബ്രേക്കൗട്ട് നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു സ്റ്റോക്ക് എടുത്താൽ, ഇപ്പോൾ ഡിക്സൺ ടെക്നോളജീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കുക. അവിടെ നേരത്തെ പറഞ്ഞ ജനുവരി ആദ്യ വാരം നിഫ്റ്റി താഴോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ 200-day മൂവിങ് ആവറേജും താഴോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഡിക്സണും താഴോട്ടേക്ക് പോകാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അത് കുറേ സമയമെടുത്താണ്, ഏകദേശം 2 മാസം കഴിഞ്ഞാണ് ആ 200-day മൂവിങ് ആവറേജും താഴോട്ടേക്ക് പോയത്. മാർച്ച് ആദ്യ വാരമാണ് ഡിക്സൺ ടെക്നോളജീസ് 200-day മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് താഴോട്ടേക്ക് പോയത് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഈ 200-day മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്കൗട്ട് നൽകാൻ ഡിക്സൺ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ട് വീണ്ടും താഴോട്ടേക്ക് പോയി. ഇപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ബ്രേക്കൗട്ട് ലെവലിൽ നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതേപോലെ ഡിക്സൺ ടെക്നോളജി പോലെ തന്നെ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് ഈ രീതിയിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഈ 200-day മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ നിഫ്റ്റി 50 ഇപ്പോഴും 200-day മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, പക്ഷേ പല സ്റ്റോക്കുകളും അത് ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോയതായിട്ട് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 200-day മൂവിങ് ആവറേജ് 289 എന്ന പ്രൈസാണ്. ഇപ്പോൾ കറണ്ട് പ്രൈസ് 295 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ആവറേജ് മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് സിസ്റ്റംസ് നിർമ്മിക്കുന്ന, പ്രത്യേകിച്ച് ഡിഫൻസ് സെക്ടറിൽ പ്രധാനമായിട്ടും സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി സിവിൽ മാർക്കറ്റിൽ വലിയ പ്രസൻസ് ഇല്ലാത്ത ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ഒരു ഓർഡർ ബുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസ് സെഗ്മെൻറ്റിൽ 86%, നോൺ ഡിഫൻസ് സെഗ്മെൻറ്റിൽ 11%-മാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എക്സ്പോർട്ട് നമുക്ക് കാണുമെങ്കിൽ വെറും 3% മാത്രമാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു എക്സ്പോർട്ട് ഇല്ലാത്തൊരു കമ്പനി എന്നുള്ള നിലയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന താരിഫ് ഇഷ്യൂസ് ഒന്നും ബാധിക്കാത്തൊരു കമ്പനിയായിരിക്കും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുകയും ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക്, അതിൻ്റെ 200-day മൂവിങ് ആവറേജ് 109 ആയിരുന്നു. ഇപ്പോൾ അത് നമ്മൾ കാണുന്നത് 117 എന്നുള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസിലാണ്. ഈ ഒരു PSU ബാങ്ക്
പ്രധാനമായിട്ടും ട്രഷറി ഓപ്പറേഷൻ, അതുപോലെ ഹോൾസെയിൽ ബാങ്കിങ്, റീറ്റെയിൽ ബാങ്കിങ് എല്ലാം ചെയ്യുന്ന ആ ബാങ്കിങ് മേഖലയിലെ എല്ലാ ബിസിനസ്സിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ പല ബാങ്കിങ് സ്റ്റോക്കുകളും നമുക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ട് കാണാം. അതേപോലെ തന്നെയാണ് ഈ ബാങ്കും. അതിൻ്റെ ബുക്ക് വാല്യൂ 168, പക്ഷേ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 117 മാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ ഇത് ബീറ്റ് ചെയ്തതായിട്ട് കാണാം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 4% മാത്രം റിട്ടേൺ നൽകിയപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയത് 11% റിട്ടേൺ ആണ്. അപ്പോൾ അവിടെ ആ സ്റ്റോക്കിൽ ഈ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഇതിപ്പോൾ 200 മൂവിങ് ആവറേജിന് വളരെ പെട്ടെന്ന് തന്നെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും L&T ഫൈനാൻസ് ആണ്. അതിൻ്റെ 200 മൂവിങ് ആവറേജ് 155 ആണ്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ 163 എന്ന ലെവലിൽ ഇത് ക്രോസ് ചെയ്ത് പോയിട്ട് കാണാം. അപ്പോൾ ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയാണ് L&T ഫൈനാൻസ്. ലാർസൻ ആൻഡ് ടൂബ്രോ കമ്പനിക്ക് 65% ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ഫൈനാൻസ് രംഗത്തുള്ള കമ്പനി. ഇതിൻ്റെ PE നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 16 എന്ന PE ആണ് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE 20 ആണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 19 ആണ്. അപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്കിവിടെ കാണാൻ കഴിയുക. മറ്റൊരു ബാങ്കിങ് സ്റ്റോക്ക് ഇതേപോലെ 200 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് പോയിട്ടുള്ളത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 120 എന്ന പ്രൈസിലാണ് അതിൻ്റെ മൂവിങ് ആവറേജ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഉയർന്നിട്ട് ഇപ്പോൾ 126 എന്ന ലെവലിൽ എത്തിയതായിട്ട് കാണാം. ഇപ്പോൾ ബാങ്കിങ് സർവീസസ്, ഗവൺമെൻറ് ബിസിനസ്, മർച്ചൻറ്റ് ബാങ്കിങ്, ഏജൻസി ബാങ്കിങ്, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, വെൽത്ത് മാനേജ്മെൻറ്റ് തുടങ്ങി കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ആയ ബിസിനസ് ഉള്ള ഒരു ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതും ഒരു PSU കമ്പനിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് 74% ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ഒരു ബുക്ക് വാല്യൂ നമുക്ക് കാണുമെങ്കിൽ 147 ആണ്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് കാണുന്നത് 126 മാത്രമാണ്. ഇവിടെയും ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റോക്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. മറ്റൊരു സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക സിർമ SGS ടെക്നോളജി ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ 200 മൂവിങ് ആവറേജ് 484 ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 500 രൂപ റേഞ്ചിലാണ്. ഇപ്പോൾ ഈ സിർമ SGS ടെക്നോളജി എന്ന് പറയുന്നത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ കമ്പനിയാണ്. ഇതൊരു EMS മേഖലയിലുള്ള അഥവാ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് മേഖലയിലുള്ള കമ്പനിയാണ്. പല ലീഡിംഗ് കമ്പനികളുടെയും ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സാണ് ഇവർ. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഇനീഷ്യൽ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് മുതൽ വോളിയം പ്രൊഡക്ഷൻ വരെയുള്ള ആ ഒരു എൻറ്റയർ വാല്യൂ ചെയിനിൽ ഇവരുടെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രാധാന്യം വരേണ്ട ഒരു കാരണം കൂടിയുണ്ട്. കാരണം ചൈന US വാറിൻ്റെ ആ ഒരു സിനാരിയോയിൽ കൂടുതലായിട്ടുള്ള ഓർഡർ ബുക്കുകൾ ഇവർക്ക് കിട്ടാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു എക്സ്പോർട്ട് 20% ഇപ്പോൾ, എങ്കിലും 80% ഇവരുടെ പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക് ആണെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ റിസ്ക് ഇല്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവരുടെ എക്സ്പോർട്ടിൽ തന്നെ അമേരിക്കയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടല്ല, അവിടെ നേരിയ പെർസെൻറ്റേജ് മാത്രമാണ് അമേരിക്കയിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന് വലിയ പ്രാധാന്യം ഇന്നത്തെ സാഹചര്യത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകളൊക്കെ ഒരു ഉദാഹരണത്തിന് വേണ്ടി, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഇവിടെ പരാമർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും കൂടുതൽ റിസർച്ച് നടത്തണം. അതുപോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ടുള്ള ഡിസ്കഷന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.